ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വരച്ച ചിത്രം ഇന്നത്തേതിനേക്കാൾ മിഴിവേറിയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? പെയിന്റോ ബ്രഷോ വരയ്ക്കാൻ ഒരു ക്യാൻവാസോ പോലും ഇല്ലാത്ത സമയത്താണിതെന്ന് ഓർക്കണം. സംഭവം ഈജിപ്തിലാണ്. 1871 ഓഗസ്റ്റ് മരിയാറ്റി, ല്യൂഗി വസാലി എന്നീ പുരാവസ്തു ഗവേഷകർ ഒരു ചിത്രം കല്ലറയിൽ നിന്നും കണ്ടെത്തി. ഈജിപ്ഷ്യൻ രാജകുമാരനായ നെഫർമാറ്റ് ഒന്നാമന്റെയും ഭാര്യ ഐറ്ററ്റിന്റെയും 4600 വർഷം പഴക്കമുള്ള കല്ലറയിൽ നിന്നാണ് ഈ ചിത്രം കണ്ടെത്തിയത്. ദുരൂഹമായ വാത്തക്കോഴികളാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ ചിത്രത്തിലുള്ള പക്ഷികൾ ഇപ്പോൾ ഭൂമിയിലില്ല. എന്നാൽ ഇവ യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരുന്നതാണോ എന്ന് ഉറപ്പില്ലായിരുന്നു. 5 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇത്രയും മിഴിവേറിയ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കപ്പെട്ടു എന്നതായിരുന്നു ഈ വാത്തക്കോഴികളുടെ പ്രത്യേകതയും ദുരൂഹതയും. ശില്പകലയും ചിത്രകലയും ഒരുമിച്ച് പ്രയോഗിക്കപ്പെട്ട ഒന്നായിരുന്നു ആ ചിത്രം. കുഴച്ചുണുക്കിയ കളിമണ്ണിൽ ചിത്രം കൊത്തിവെച്ച ശേഷം പുരാതന കാലത്തെ ചായക്കൂട്ടുകൾ പ്രയോഗിച്ചാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. സങ്കീർണമായ ഈ ചിത്ര നിർമ്മാണ രീതി മൂലം ചിത്രം അറിയപ്പെട്ടിരുന്നത് ഈജിപ്തിന്റെ മൊണാലിസ എന്ന പേരിലാണ്. ഇത്തരം രീതിയിലുള്ള ചിത്രങ്ങൾ നെഫർമാറ്റിന്റെയും ഐറ്ററ്റിന്റെയും കല്ലറയിൽ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ചിത്രം കൈറോ മ്യൂസിയത്തിലാണുള്ളത്. മുഖത്ത് ചുവപ്പ്, കറുപ്പ്, വെള്ളക്കലകളും ചാരനിറത്തിൽ വെള്ള അടയാളങ്ങളുള്ള ചിറകുകളും നെഞ്ചിന്റെ ഭാഗത്ത് ചുവന്ന തൂവലുകൾ തിങ്ങി നിറഞ്ഞ ഘടനയും മെയ്ഡമിലെ വാത്തക്കോഴികൾക്കുണ്ട്. എന്നാൽ ജന്തുശാസ്ത്രപരമായി ഇവയെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടന്നിട്ടില്ല. ഈ വിഭാഗത്തിലുള്ള വാത്തക്കോഴികൾ ഇന്ന് നിലവിലില്ല. പിന്നെ എങ്ങനെയാണ് ഇവ കല്ലറയിലെ ചിത്രത്തിലെത്തിയതെന്ന് ചോദ്യം ഉയർന്നിരുന്നു. പുരാതന കാലത്തെ കലാകാരന്മാർ പലപ്പോഴും സ്വാതന്ത്ര്യമെടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ വരയ്ക്കാറുണ്ട്. ഇങ്ങനെയാകാം ഇവയുടെ ചിത്രം വന്നതെന്നായിരുന്നു ഇതുവരെയുള്ള പൊതുധാരണ. ഈ കല്ലറയിൽ വരച്ചു വച്ചിരിക്കുന്ന പല ചിത്രങ്ങളും യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളുടെ ഇഞ്ചോടിഞ്ച് പകർപ്പുകളാണെന്ന് ഗവേഷകർ പറയുന്നു. വാത്തക്കോഴികളുടെ ചിത്രത്തിൽ തന്നെ വേറെ വിഭാഗത്തിലെ ചില വാത്തക്കോഴികളെയും കാണിക്കുന്നുണ്ട്. ബീൻ, ഗ്രേ ലാഗ് വിഭാഗങ്ങളിൽ പെടുന്ന ഇവയൊക്കെ ഇന്നുമുള്ള ഇനങ്ങളാണ്. കൃത്യമായി തന്നെയാണ് ഇവയെയും വരച്ചു വെച്ചിട്ടുള്ളത്. പഴയ കാലത്ത് ഈജിപ്ത് ഇന്നത്തെ പോലെ ഒരു ഉഷ്ണമേഖലയായിരുന്നില്ല അത്രേ. വളരെ വമ്പിച്ച സന്ധ്യ, ജൈവ വൈവിധ്യം ഇവിടെ നിലനിന്നിരുന്നു. ഈ വൈവിധ്യത്തിന്റെ തെളിവുകളാണ് ചിത്രങ്ങളിലായി പല കല്ലറകളിലും ഉള്ളത്. ഇന്നത്തെ കാലത്തെ കന്നുകാലികളുടെ പൂർവിക വംശമായ ഒറോച്ച്, ഇന്നില്ലാത്ത വിവിധതരം മാനുകൾ, കഴുതകൾ, പക്ഷികൾ തുടങ്ങിയവയൊക്കെ ചിത്രങ്ങൾ കല്ലറകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നതും പിന്നീട് മറഞ്ഞതുമായ ഒരു പക്ഷിയാണിതെന്ന വാദവുമുണ്ട്.